പശ്ചിമേഷ്യയിലെ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. അതിനിടെ ഒമാനിൽ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടത് DG ഷിപ്പിംഗ് സ്ഥിരീകരിച്ചു. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ സംബന്ധിച്ച വിവിധ ഗൾഫ് രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുകയാണ്. നിഷ, തീർച്ചയായും നിലവിലത്തെ സംഘർഷം പരിഹരിക്കാനായിട്ട് എത്രയും വേഗം ഇടപെടൽ ഉണ്ടാകണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 കോടി ഇന്ത്യക്കാരുടെ സുരക്ഷയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ആ രാജ്യത്തിനുണ്ട്. ആശങ്ക എത്രയും വേഗം പരിഹരിക്കേണ്ടതുണ്ട് എന്നുകൂടി വിദേശകാര്യ മന്ത്രാലയം പറയുന്നുണ്ട്. കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണങ്ങൾ നടന്നിരുന്നു. ആക്രമണത്തിൽ ചില നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയല്ല ആക്രമണം ഉണ്ടായത്, പകരം ചില വിദേശ കപ്പലുകൾക്ക് നേരെയായിരുന്നു ഈ ആക്രമണം. ആ ആക്രമണത്തിലാണ് ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടത്. ഇതിലും ഇന്ത്യ വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യത്തലവന്മാരുമായി ഈ വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ ആശങ്ക അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിവിധ രാഷ്ട്രതലവന്മാരുമായി സംസാരിച്ചു എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. UAE, ഇസ്രായേൽ, സൗദി അറേബ്യ, ജോർദാൻ, ബഹ്റൈൻ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യത്തലവന്മാരുമായി പ്രധാനമന്ത്രി ഇന്ന് ഉച്ച മുതൽ സംസാരിച്ചിട്ടുണ്ട്, ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ രാജ്യത്തലവന്മാരുമായി ചർച്ച ചെയ്തതെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം. ഈ സംഘർഷം നീണ്ടുപോവുകയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇന്ത്യയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരുപക്ഷെ ആ സംഘർഷങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു ഇടപെടൽ ഉണ്ടാകണം. ഇരു രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം എന്നുകൂടി ഇപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.